നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനായി നമ്മളൊക്കെ സാധാരണ പോകാറുള്ള കടകളിൽ ഒരു കച്ചവടക്കാരനുണ്ടാകുമല്ലോ. എന്നാൽ വിൽപ്പനയ്ക്കായി ആരുമില്ലാത്ത ഒരു ആളില്ല കടയുണ്ട് കൊല്ലം പാരിപ്പള്ളിക്ക് സമീപം. വേളമാനൂരിലെ കൗതുകരമായ ആ കൊച്ചു കടയിലേക്കൊന്ന് പോയി വരാം. ഇതാണ് വേളമാനൂരിലെ ആളില്ല കട. ആവശ്യക്കാർക്ക് ഇവിടെ എത്തിയ ശേഷം സാധനമെടുത്ത് പണം അവിടെ വെച്ച് തിരികെ മടങ്ങാം. അതാണ് ഈ കടയുടെ ഒരു രീതി. ഭക്ഷണത്തിനാവശ്യമായ മത്തങ്ങയും തേങ്ങയും ചേനയും ഒക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടി മിഠായികളും വായിക്കുന്നവർക്ക് വേണ്ടി പുസ്തകങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. 2 വർഷമായി ഭൂമിക്കാരനാണ് ഈ കട നടത്തി വരുന്നത്. ആയിരത്തി 1990 ഒരു 4 വർഷമായി കട നടത്തി. അത് പിന്നെ നിന്നുപോയി. സംസ്കരണിച്ചിട്ട് ജോലി കിട്ടിയപ്പം അത് നിർത്തിയിട്ടാണ് പോയത്. പിന്നീട് ഇപ്പോൾ 2 വർഷമായി കട തുടങ്ങിയിട്ട്. ആരും അന്യരല്ല, ആരുടെയും സ്വന്തമല്ല, എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെടാണ് എന്ന കാഴ്ചപ്പാടിലാണ് ഇത്ര ഒരു സംഭവം തുടങ്ങിയത്. കട ഞങ്ങൾ രാവിലെ തുറന്നു വയ്ക്കും. ഉള്ള സാധനങ്ങൾ ആൾക്ക് എടുക്കാം, കാശുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. കൃത്യമായ വില നമ്മൾ ഇട്ടിട്ടില്ല. അവർക്ക് സാമാന്യ നാട്ടിലൊരു അറിയാം അതിൻ്റെ ഉദ്ദേശ വില. ആ വിലയിൽ മിതമായി അവർക്ക് തോന്നുന്ന വില അത് വയ്ക്കാം. ഇത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. ഒരു കച്ചവടക്കാരനില്ലാതെ ഒരു സ്ഥാപനത്തിൽ വന്നാൽ അവിടെ അവർക്ക് ഇതിന് തക്കതായ ഒരു തുക ഇട്ട്, അല്ലെങ്കിൽ അവരെ കണ്ട് ഒക്കുന്ന കണക്ക് അവരുടെ കയ്യിലുള്ളത് ഒരു തുക ഇട്ട് ഒരു സാധനം എടുക്കണം എന്ന് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശമാണ്. ഒരുപാട് പേര് നല്ല ആശയങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞത് ഒരു ജനങ്ങളിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഈ ആളില്ല കട. കാരണം ഒരു സാധനം എടുത്തിട്ട് കുറച്ച് തുക ഇടുന്നവരുണ്ട്, പിന്നെ അതിനുള്ള കൂടുതൽ തുക ഇട്ട ആ സാധനം എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്, പിന്നെ തീരെ പൈസ ഇടാത്തവരുണ്ട്. അപ്പം ജനങ്ങളിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഞങ്ങൾക്ക് ഇതൊരു വേദി. ഇതുവഴി പോകുന്ന ചിലരെങ്കിലും ഈ കടയിൽ കയറുന്നുണ്ട്. സാധനമെടുത്ത ശേഷം ചിലരൊക്കെ പണം വയ്ക്കും, ചിലർ പണം വയ്ക്കാതെയും മടങ്ങും. എന്തായാലും ഈ പൊതുസമൂഹത്തിന് ഈ കാലഘട്ടത്തിൽ ഒരു സന്ദേശം നൽകുകയാണ് ആളില്ല കടയിലൂടെ ഈ കുടുംബം. ക്യാമറമാൻ ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.